എത്ര ക്ലാസ്? 7. ഇന്ന് വന്ന് ത്രിദോഷങ്ങളുടെ ഗുണം അത് വന്ന് ഇത് നോക്കുന്നു. ഇപ്പോൾ വാദഗുണം, വാദത്തിൻ്റെ എന്ത് ഗുണം വെച്ചാൽ തത്ര രൂക്ഷ ലഘു ശീത കര സൂക്ഷ്മ ശലോ അനില, ഇതാണ് ഈ വാദത്തിൻ്റെ ഗുണം. രൂക്ഷ എന്ന് വെച്ചാൽ ഡ്രൈനസ് ആയിരിക്കും. അടുത്ത് ലഘു ലൈറ്റ്നസ്, ഇത് ശീത എന്ന് പറഞ്ഞാൽ കോൾഡ്നെസ്, അത് കര എന്ന് വെച്ചാൽ റഫ്നെസ്, സൂക്ഷ്മ എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട്, ശലോ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ്. ഇതാണ് വാദദോഷത്തിൻ്റെ ഗുണങ്ങൾ ആയിട്ടുള്ളത്. അത് പിത്ത ഗുണം എന്തെന്ന് വെച്ചാൽ അത് പിത്തം വന്ന് സ്നേഹ സ്ലൈറ്റ്ലി ഓൺലി, ലഘു ലൈറ്റ്നസ്, അത് ഉഷ്ണം ഹാട്ട്നസ്, സരം ഫ്ലൂയിഡിറ്റി, ദ്രവം ലിക്വിഡിറ്റി. ഇതാണ് ഇതിൻ്റെ ഗുണം. ഇതാണ് ഇത് പിത്തത്തിൻ്റെ ഗുണം. പിത്തം സസ്നേഹ ദിക്ശോഷണം ലഘു വിശ്രം സരം ദ്രവം. ഇതാണ് അതിൻ്റെ ഉള്ള ഡെഫിനിഷൻ. ഇത് ഗുണം. അടുത്തത് കഫത്തിൻ്റെ ഗുണം. പിന്നെ സ്നിഗ്ധ ശീത ഗുരുർ മന്ദ സ്ലാക്നോസ് മൃദുഷ്ണ സ്ഥിര കഫഹ. സ്നിഗ്ധ എന്ന് വെച്ചാൽ ഒട്ടുന്നത്, ആയില്. ശീത എന്ന് പറഞ്ഞാൽ കോൾഡ്. അത് ഗുരുർ എന്ന് വെച്ചാൽ ഹെവി, കഫം തുപ്പമൊക്കെ കട്ടിയായിരിക്കുന്നത്, ഹെവി. മന്ദ എന്ന് വെച്ചാൽ സ്ലോ മൂവ്മെൻറ്റ്. അടുത്തത് സ്ലാക്സ്നോ എന്ന് വെച്ചാൽ സ്മൂത്ത് ക്ലീൻ, ഇത് കണ്ണാടി മാതിരി ക്ലിയർ. മൃദുഷ്ണ എന്ന് വെച്ചാൽ ജെല്ലി ലൈക്ക്. സ്ഥിര എന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി. ഇതാണ് ഇതിൻ്റെ ഗുണങ്ങൾ. ഈ ഗുണങ്ങൾ വെച്ചാണ് ഈ വാദം, പിത്തം, കഫം ഇങ്ങനെ കൂടുതലോ കുറയോ അങ്ങനെയൊന്നുള്ള ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ വന്ന് ഇതിൽ ഏതെങ്കിലും ഒന്ന് കൂടുതലോ കുറവായിരിക്കാം, അല്ലെങ്കിൽ രണ്ടെണ്ണം കൂടുതലോ കുറവായിരിക്കാം, അല്ലെങ്കിൽ എല്ലാത്തിനും മൂന്നെണ്ണം ചേർന്ന് കൂടെ ഡിസ്റ്റർബായിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് വന്ന് എന്തെന്ന് വെച്ചാൽ ഒരു ദിവസമുള്ള അടുത്ത് 2 ദിവസം വന്ന് ഡിസ്റ്റർബായിരുന്നാൽ ഡിഗ്രീസ് ഓഫ് ഇൻഡിവിജ്വൽ ദോസസ് ആർ ഇൻവേഷൻ, അതിനെ വന്ന് സംസർഗ എന്ന് പറയും. 3 ദിവസങ്ങളും ഡിസ്റ്റർബായ അതിൻ്റെ പേര് സന്നിപാത. 3 ദിവസങ്ങളും ഡിസ്റ്റർബ് ആകുന്നു. ചില ആളുകൾ 3 വ്യത്യാസങ്ങൾ അത് പ്രോബ്ലം ഉണ്ടാവും. അതിന് സന്നിപാത. ഒരു മെയിൻ സൈറ്റ് ഓഫ് ത്രിദോഷ, അത് എവിടെ ഇരിക്കുന്നെന്ന് സൈറ്റ്. വാദം പക്വാസയ ലാർജ് ഇൻറ്റസ്റ്റൈനിലിരിക്കുന്നു. അത് പിത്ത എന്ന് വെച്ചാൽ നാഭി അംബ്ലിക്കലിലിരിക്കുന്നു. കഫ എന്ന് പറഞ്ഞാൽ ഉരസ് ചെസ്റ്റ് റീജനിലിരിക്കുന്നു. ഇത് വന്ന് ഇത് സൈറ്റ്സ് ഓഫ് അതിൻ്റെ സബ്സൈറ്റ്സ് എന്ന് പറയുമ്പം വാദം എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ മെയിനായിരുന്നാലും അത് വന്ന് ഹിപ്പ്, ലെഗ്, ഇയർ, ബോൺ, ഇത് 4 ഹിപ്പ് അടുത്തപടിയായിട്ട് മെയിനായി ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് ഇരിക്കുന്നത്. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള രൂപത്തിലാണ് ഇരിക്കുന്നത്.
കോൺസ്റ്റിപ്പേഷനിൽ ഡിസ്റ്റർബ് ആയാൽ വാദം ഡിസ്റ്റർബ് ആകും. പിന്നെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലിരിക്കുന്ന പിത്തം ഡിസ്റ്റർബ് ആകും. പിന്നെ സ്റ്റൊമക്ക് ഏരിയയിലിരിക്കുന്ന കഫം ഡിസ്റ്റർബ് ആകും. അതിൻ്റെ സബ്സൈറ്റാണെന്ന് പറഞ്ഞാൽ ഹിപ്പ്, ഇടുപ്പിൽ കയറി പിടിക്കും, കാലിൽ വാദം കയറി പിടിക്കും. ഇതുപോലെ വന്ന് ഇയർ, കാതിലും ഇതിൻ്റെ ബാധിപ്പുണ്ടാകും. അതുപോലെ അസ്ഥി, ബോണിലും ഉണ്ടാകും. അതേമാതിരി പിത്തം മെയിനായിട്ട് വന്ന് അംബ്ലിക്കലായിരുന്നാലും സബ്സൈഡ്സ് സ്റ്റൊമക്കിലിരിക്കുന്നു. അത് സ്വെറ്റ് ഗ്ലാൻസിലിരിക്കുന്നു, സ്വെറ്റ് ഗ്ലാൻസ്. അടുത്തത് ബ്ലഡിലിരിക്കുന്നു. പിത്തം ഓവറായിരുന്നാൽ സ്വെറ്റിങ് ഓവറായിരിക്കും. പിത്തം ഓവറായിരുന്നാൽ ബ്ലഡ് ഹീറ്റാവും. പിത്തം ഓവറായിരുന്നാൽ സ്റ്റൊമക്കിൽ അസിഡിറ്റി ഉണ്ടാവും. ഇതൊക്കെ വെച്ച് കണ്ടുപിടിച്ച് പിത്തത്തിൻ്റെ ഗുണമെന്ന് പിത്ത സമന എന്തൊക്കെ ദ്രവ്യം ഉണ്ടോ അത് കുടിച്ചോളണം. വാദം ഇങ്ങനെ ഇതിലൊക്കെ എക്സ്ട്രാ ഉണ്ടെന്ന് അറിഞ്ഞാൽ വാദശമന മരുന്നുകൾ എന്തോന്ന് വാങ്ങിച്ച് കുടിക്കണം. അതേമാതിരി കഫം വന്ന് എന്തോന്ന് ചെസ്റ്റ് റീജിയനിൽ ഇരുന്നാലും സ്റ്റൊമക്കിലും നോസിലും വരും. സ്റ്റൊമക്കിൽ വന്ന് വരുന്നതാണ് കാറി തുപ്പും ചില ആൾക്ക്. നോസിൽ വരുന്നത് റണ്ണിങ് നോസ്, അതും കഫത്തിൻ്റെ വെളിപ്പാടാണ്. അപ്പോൾ കഫത്തെ കുറയ്ക്കാനുള്ള എന്ത് മരുന്നുണ്ടെന്ന് നോക്കി അതിനെ നമ്മൾ ആയുർവേദ ഡോക്ടറെ അടുത്ത് അല്ലെങ്കിൽ നമുക്കറിയുകയാണെങ്കിൽ ആ മെഡിസിൻ്റെ ഇത് വെച്ച് നമ്മളൊന്ന് ആയുർവേദ കടയിൽ വാങ്ങിച്ച് കഴിച്ചാൽ അത് ബാലൻസ് ആവും. അടുത്തത് വന്ന് ദ്രവ്യങ്ങൾ, മരുന്നിനുള്ള സബ്സ്റ്റൻസിൻ്റെ ഗുണങ്ങൾ. അത് വന്ന് എന്തെന്ന് വെച്ചാൽ സമനം, കോപനം, സ്വസ്തിഹിത, ഇങ്ങനെ മൂന്നാമുണ്ട്. മരുന്നുകളുടെ നമ്മൾക്ക് ആയുർവേദ മരുന്നുകളുടെ പവർ. സമനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദോഷം വന്ന് അധികമായിരുന്ന അതിനെ കുറച്ച് നോർമലിൽ കൊണ്ടുവരും. അധികമായിരിക്കുന്നത് വലിച്ച് നോർമലിൽ കൊണ്ടുവരുന്നത് സമനം. കോപന എന്ന് പറഞ്ഞാൽ അത് ഫുഡ് ദാറ്റ് ഇൻക്രീസസ് ദ ദോശ. ഏതെങ്കിലും നമ്മൾ പിത്തം വാതപിത്ത കഫം അതിനെ ഇൻക്രീസ് ചെയ്യുന്ന ആഹാരങ്ങൾ എടുക്കരുത്, അറിയാതെ എടുക്കരുത്. ഇൻക്രീസ് ചെയ്യുന്ന ആഹാരം എന്ന് വെച്ചാൽ എരിവ്, പുളിവ്, ഉപ്പ്, ഇത് അറിയാതെ നിങ്ങൾ കൂട്ടിയാൽ പിത്തവും കൂടെ ചേർന്ന് കൂടും. പിത്തമുള്ളവർ എരിവ്, പുളിവ്, ഉപ്പ് കുറയ്ക്കണം. പിത്തമുള്ളവർ എരിവ്, പുളിവ് ഇത് കുറയ്ക്കണം. മറ്റേ കഫം കൂടുതലുള്ളവർ സ്വീറ്റ് എടുക്കുന്നത്. അതേമാതിരി നമ്മൾ ആൾറെഡി നോക്കിയിട്ടുണ്ട് 6 ടേസ്റ്റിൽ ഏതൊക്കെ വാതപിത്ത കൂട്ടും കുറയ്ക്കുമെന്ന് കണക്കാക്കി അതിനെ വന്ന ആഹാരത്തിൽ